ഹലോ. നമ്മുടെ NIOS+2 വിദ്യാർത്ഥികളുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഒറിജിൻ ഓഫ് ലൈഫ്. നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ടുണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് അല്ലേ. അപ്പം അതിൽ വരുന്ന കീമോസിന്തറ്റിക് തിയറി, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സിമ്പിളായിട്ട് കീമോസിന്തറ്റിക് തിയറി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒറിജിൻ ഓഫ് ലൈഫ് അല്ലേ. നമ്മുടെ ഭൂമിയിൽ ജീവന്റെ തുടിപ്പ് എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് നമ്മുടെ സിന്തറ്റിക് തിയറി പറയുന്നത്. നമ്മുടെ ഒപ്പാരിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. കീമോസിന്തറ്റിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഒപ്പാരിനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ ഭൂമിയിൽ ജീവന്റെ തുടിപ്പ് ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ജലത്തിൽ നിന്നാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജലത്തിലുള്ള കാലക്രമേണ നമ്മുടെ ജലത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള രാസവസ്തുക്കളുടെ ഒക്കെ സംയോജനം മൂലമാണ് നമ്മുടെ ഭൂമിയിൽ ആദ്യമായിട്ട് ജീവന്റെ തുടിപ്പ് വരുന്നത് അല്ലേ. നമ്മുടെ ഭൂമിയിൽ ആദ്യകാലത്ത് കുറച്ച് ഗ്യാസുകൾ മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായത്. അതുപോലെ തന്നെ ഭൂമി ചുട്ടുപഴുത്തിരിക്കുകയാണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ ഗ്യാസുകൾ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭൂമിയിൽ ആദ്യകാലത്തുണ്ടായിരുന്നത് NH3, അതായത് അമോണിയ. NH3 അമോണിയ ആണ്. CH4 മീത്തൈൻ ആണ്. H2O എല്ലാവർക്കും അറിയാം, ജലം, വെള്ളമാണ് H2O എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ, H2 ഹൈഡ്രജൻ. ഈ ഗ്യാസുകളൊക്കെയാണ് നമ്മുടെ ഭൂമിയിൽ ആദ്യകാലത്തുണ്ടായിരുന്നത്. NH3 അമോണിയ, CH4 മീത്തൈൻ, H2O ജലം, H2 ഹൈഡ്രജൻ എന്നീ ഗ്യാസുകളൊക്കെയാണ് നമ്മുടെ ഭൂമിയിൽ ആദ്യകാലത്തുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമി ചുട്ടുപഴുത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഭൂമി ചുട്ടുപഴുത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചുട്ടുപഴുത്തിരിക്കുന്ന ഭൂമിയിൽ നീരാവി ഉണ്ടാവുകയും, ചൂടിന്റെ ഫലമായിട്ട് നീരാവി ഉണ്ടാവുകയും, ഈ നീരാവി ഘനീഭവിച്ചിട്ട് മഴ പെയ്യുകയും ഉണ്ടായി. അപ്പൊ ഈ മഴവെള്ളത്തിൽ എന്തായി, നമ്മുടെ ഭൂമിയിൽ ആദ്യമേ ഉണ്ടായിരുന്ന കുറച്ച് ഗ്യാസുകളാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഗ്യാസുകളൊക്കെ നമ്മുടെ മഴവെള്ളത്തിൽ ലയിച്ചിട്ട് പരസ്പരം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് രൂപപ്പെടുകയും ചെയ്തു. അപ്പൊ ഏതൊക്കെയാണ് ആ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അമിനോ ആസിഡ്, അതുപോലെ യൂറിയ, അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് എന്നിവയാണ് നമ്മുടെ ഭൂമിയിൽ രൂപപ്പെടുകയുണ്ടായ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അമിനോ ആസിഡ്, യൂറിയ, അസറ്റിക് ആസിഡ് ആൻഡ് ലാക്റ്റിക് ആസിഡ്, ഈ 4 പറയുന്നത്. അപ്പോൾ ആദ്യം സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ആണ് ഉണ്ടായത്. പക്ഷെ ഈ മോളിക്യൂൾസിന്റെ സംയോജനത്തിലൂടെ വീണ്ടും 4 വലിയ മോളിക്യൂൾസ് രൂപപ്പെട്ടു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതെന്ന് പറയുന്നത്, ഒന്നാമത്തത് പെപ്റ്റൈഡ് ആണ്, രണ്ടാമത്തത് ഷുഗർ, മൂന്നാമത് സ്റ്റാർച്ച് ആൻഡ് ഫാറ്റ്. ഈ 4 വലിയ മോളിക്യൂൾസ് ആണ് പിന്നീട് രൂപപ്പെടുകയുണ്ടായത്. ഈ വലിയ മോളിക്യൂൾസ് വീണ്ടും സംയോജനത്തിലൂടെ വേറൊരു ചലനശേഷിയുള്ള പദാർത്ഥം രൂപപ്പെടുകയുണ്ടായി. ഈ പദാർത്ഥം എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് സൈസ് ഉള്ളതും അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ ആയിട്ടുള്ളതുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ പദാർത്ഥത്തിന്, ഈ ചലനശേഷിയുള്ള ഈ ചെറിയ പദാർത്ഥത്തിന് വിളിക്കുന്നത് എന്താണ്? കോ അസർവേറ്റ് സെൽ എന്നുണ്ടെങ്കിൽ ബയോ മോളിക്യൂൾസ് എന്നാണ് ഈ ചലനശേഷിയുള്ള പദാർത്ഥത്തിന് വിളിക്കുന്നത്. ഇതിൽ നിന്നാണ് നമ്മുടെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള വലിയ വലിയ രൂപാന്തരങ്ങളൊക്കെ പ്രാപിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് കീമോസിന്തറ്റിക് തിയറി എന്താണെന്നുള്ളത് ഇത്രയും മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് ലൈഫ്, അതാണ് ഈ കീമോസിന്തറ്റിക് തിയറിയിൽ പറയുന്നത്. ഒപ്പാരിനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് കീമോസിന്തറ്റിക് തിയറി എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ.